മരിച്ചുപോയ ഒരാൾ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? അവനിത് സ്വപ്നാണോന്ന് പോലും തോന്നി തുടങ്ങി. ജിഹോന്റെ അമ്മ മരിച്ചിട്ട് ഏകദേശം 1 വർഷം ആവാറായി. അവൻ ഇപ്പോഴും അവന്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൻ അമ്മയെ മിസ് ചെയ്യുമ്പോ എല്ലാം അവനൊന്നുമില്ലെങ്കിൽ അമ്മയുടെ അലമാരിയിൽ കയറി ആ തുണികളുടെ ഇടയ്ക്ക് എടുക്കും. അല്ലെങ്കിൽ അമ്മ അവന് കൊടുത്തിട്ട് പോയ ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് വായിക്കും. ആ ബുക്കിലെ കഥ ഇങ്ങനെയായിരുന്നു. ഒരിടത്ത് ഒരു അമ്മ പെൻഗ്വിനും ഒരു കുട്ടി പെൻഗ്വിനും ഉണ്ടായിരുന്നു. ആ അമ്മ പെൻഗ്വിൻ കുട്ടി പെൻഗ്വിനെ വിട്ട് ദൂരേക്ക് പോയിട്ടുണ്ടായിരുന്നു. മേഘങ്ങളുടെ നാട്ടിലായിരുന്നു ആ അമ്മ പെൻഗ്വിൻ. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുന്ന് എത്ര കാലം ഭൂമിയിലുള്ളവരെ ഓർക്കുന്നോ അത്ര കാലം അവർക്ക് ആ മേഘങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റും. അമ്മ പെൻഗ്വിൻ എന്നും അവിടുന്ന് കുട്ടി പെൻഗ്വിനെ നോക്കി കരഞ്ഞുകൊണ്ടേയിരുന്നു. കുട്ടി പെൻഗ്വിനും അമ്മ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് അമ്മയെ കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം മഴക്കാലായി. അവിടുന്ന് വരുന്ന മഴയുടെ ട്രെയിനിൽ കയറിയിട്ട് അമ്മ പെൻഗ്വിൻ കുട്ടി പെൻഗ്വിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അവരൊരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നു. അമ്മ പെൻഗ്വിൻ കുട്ടി പെൻഗ്വിനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ അവര് സന്തോഷമായിട്ടിരിക്കായിരുന്നു. അപ്പോഴേക്കും മഴക്കാലം തീരാറായി. ഒരു ദിവസം ഒരു ദേവത വന്ന് അമ്മ പെൻഗ്വിനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം. അവസാനത്തെ മഴത്തുള്ളിയോടൊപ്പമെങ്കിലും നീ വന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും നിന്റെ മോനെ കാണാൻ പറ്റില്ലാന്ന് ആ ദേവത അവളോട് പറഞ്ഞിട്ട് പോയി. ഒരുപാട് വേദനയോടെ ആണെങ്കിലും മോനോട് യാത്ര പറഞ്ഞിട്ട് അമ്മ പെൻഗ്വിൻ അവിടുന്ന് മേഘങ്ങളുടെ നാട്ടിലേക്ക് പോയി. എന്നിട്ട് എന്നും അവിടുന്ന് കുട്ടി പെൻഗ്വിനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഈ കഥ വിശ്വസിച്ചിട്ട് മഴക്കാലാവുമ്പോ അമ്മ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുകയാണ് ജിഹോ. ജിഹോയുടെ അച്ഛൻ വൂജിൻ ഒരു പൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ മെയിന്റനൻസും ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു ജോലി. വൂജിൻ രാവിലെ പോയി പൂള് ക്ലീൻ ചെയ്തിട്ടിട്ട് വരും. അതിനുശേഷം ജിഹോനെ സ്കൂളിലാക്കിയിട്ട് വീണ്ടും അവിടെ ജോലിക്ക് പോവും. ജിഹോ സ്കൂള് കഴിഞ്ഞ് വൂജിന്റെ ഫ്രണ്ടിന്റെ ബേക്കറി പോയിരിക്കും. അത് കഴിഞ്ഞ് വൂജിൻ അവൻ അവിടുന്ന് പിക്ക് ചെയ്ത് അവരൊരുമിച്ച് വീട്ടിൽ പോവും. ഇതായിരുന്നു അവരുടെ ഒരു റുട്ടീൻ. വൂജിനും ഭാര്യ സുവാനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. പല രാത്രികളിലും ജിഹോ ജനിച്ചപ്പോഴത്തെ വീഡിയോ ഒക്കെ വെച്ച് അവൻ അത് നോക്കിയിരുന്ന് കരയുമായിരുന്നു. ജിഹോ നോക്കിയിരുന്ന് അങ്ങനെ മഴക്കാലായി. ആദ്യത്തെ മഴ പെയ്തു തുടങ്ങിയപ്പോ ജിഹോ അച്ഛനെയും വിളിച്ചിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. ഇപ്പൊ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു അത്. ജിഹോയ്ക്ക് ഉറപ്പായിരുന്നു അവിടെ അമ്മയുണ്ടാവുമെന്ന്. അവൻ അവിടെ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അവിടെ ഒന്നും കണ്ടില്ല. എന്നിട്ട് അവസാനം ആകെ വിഷമിച്ച് പോവാൻ നിൽക്കുമ്പോ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ടണലിന്റെ ഉള്ളില് ആരോ കെടുക്കുന്നത് അവര് കാണുന്നുണ്ട്. ജിഹോ അത് അമ്മയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ നിൽക്കായിരുന്നു. വൂജിൻ അവനെ തടഞ്ഞിട്ട് നീ അവിടെ നിൽക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവര് രണ്ടുപേരും അവിടെ പോയി നോക്കുമ്പോ ശരിക്കും അത് അവന്റെ അമ്മയായിരുന്നു. ജിഹോ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ വൂജിൻ ഞെട്ടിത്തെറിച്ചു. ഇതെന്താ സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. മരിച്ചുപോയ ഒരാൾ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? അവനിത് സ്വപ്നാണോന്ന് പോലും തോന്നി തുടങ്ങി. പക്ഷേ സുവാക്ക് അവരൊന്നും പരിചയമില്ലാത്ത പോലെയാണ് അവള് ബിഹേവ് ചെയ്തിരുന്നത്. അവൾക്ക് അവരെയൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ ആരാ, ഞാനെങ്ങനെ ഇവിടെ എത്തിയെന്നാണ് സുവ ചോദിക്കുന്നത്. വൂജിനും ജിഹോവും സത്യങ്ങളൊന്നും സുവാനോട് പറയുന്നില്ല. അവള് ഹോസ്പിറ്റലിലായിരുന്നു, ഇപ്പൊ അടുത്ത് ഡിസ്ചാർജ് ആയി വന്നിട്ടേ ഉള്ളൂ. അവര് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോ എവിടെയോ തട്ടിയിട്ട് അവൾ അവിടെ വീണതാണെന്നാണ് സുവാനോട് പറയുന്നത്. അങ്ങനെ ഓർമ്മ പോയതാവാംന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സുവയ്ക്ക് അവിടെ ഒന്നും കണ്ടിട്ട് യാതൊരു പരിചയവും തോന്നിയിരുന്നില്ല. പിന്നെ അവിടെയുള്ള ഫോട്ടോസിലൊക്കെ അവളെ തന്നെ കണ്ടപ്പോ പിന്നെ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വൂജിന് എന്താ നടക്കുന്നേന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. സുവ കിടന്ന് ഉറങ്ങുമ്പോ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട്, ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായിട്ട്. വൂജിനും ജിഹോവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അടുത്ത ദിവസം വൂജിൻ ജിഹോനെ സ്കൂളിലാക്കി. വൂജിൻ അവിടെ നിന്നൊന്നും നീങ്ങുമ്പോഴേക്കും ജിഹോ തിരിച്ച് വീട്ടിലേക്ക് പോയി. അവൻ അവിടെ പോയിട്ട് അമ്മയുടെ കൂടെ അവൻ ഇഷ്ടമുള്ള ഗെയിംസ് ഒക്കെ കളിച്ചോണ്ടിരുന്നു. അന്ന് വൂജിൻ തിരിച്ചെത്തുമ്പോ സുവ അവരെ എങ്ങനെയാ കണ്ടുമുട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്കൊന്നും ഓർമ്മയില്ലല്ലോ. വൂജിന്റെയും സുവയുടെയും ഹൈസ്കൂൾ ഒരുമിച്ചായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും പഠിപ്പിസ്റ്റായിരുന്നു സുവ. വൂജിൻ ഒരു സ്വിമ്മിംഗ് അത്ലീറ്റ് ആയിരുന്നു. പകുതി സമയം മാത്രമേ അവൻ ക്ലാസ്സിൽ ഉണ്ടാവാറുള്ളൂ. അതിലും പകുതി സമയം അവൻ ഉറക്കമായിരിക്കും. വൂജിന് സുവാനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ അവനത് പറയാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവനൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴോ കമ്പനി ആവാൻ ശ്രമിക്കുമ്പോഴൊക്കെ എല്ലാം ഫ്ലോപ്പായിരുന്നു. ഒരു ദിവസം അവരുടെ ഡാൻസ് പ്രാക്ടീസിൽ വൂജിനും സുവായിരുന്നു പെയർ. അതിൻ്റെ ഇടയില് വൂജിന്റെ തല സുവയുടെ താടിമ തട്ടി ആകെ ബ്ലഡായി, ആകെ കൊളമായി. അതിൽ പിന്നെ അവര് സംസാരിക്കാതെ.
സ്കൂള് കഴിഞ്ഞ് പോകുന്നതിന്റെ ലാസ്റ്റ് ദിവസം മാത്രമാണ് ഓട്ടോഗ്രാഫ് വാങ്ങിക്കണ സമയത്ത് അവര് തമ്മിലൊന്ന് സംസാരിച്ചത്. സ്കൂള് കഴിഞ്ഞിട്ട് സ്വിമ്മിങ്ങിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കോളേജിലാണ് വൂജിൻ പോയിക്കൊണ്ടിരുന്നത്. സുവ സിയോളിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനും പോയി. ഓരോ സെമസ്റ്റർ ബ്രേക്ക് കഴിയുമ്പോഴും സുവാനെ വിളിച്ച് സംസാരിക്കാനായിട്ട് വൂജിൻ കോൾ ചെയ്യും. പക്ഷെ സംസാരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവൻ തന്നെ കോൾ എടുക്കുമ്പോൾ കട്ട് ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോ വൂജിന്റെ ഫ്രണ്ട് ഹോങ്കോ അവനെ അവിടെ പിടിച്ചു നിർത്തി സംസാരിപ്പിക്കുന്നുണ്ട്. അപ്പോഴും എന്താ പറയണ്ടേന്ന് ഒരു പിടിയില്ല. അവസാനമായിട്ട് അവര് കണ്ട സമയത്ത് ഓട്ടോഗ്രാഫ് കൊടുത്തപ്പോ വൂജിന്റെ പേന സുവയുടെ കയ്യിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ അവളോട് പറയുന്നത്, എന്റെ ഒരു പേന നിന്റെ കയ്യിലില്ലേ, അതെനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ സംസാരിക്കുന്നത്. അവളത് തിരിച്ചു കൊടുക്കാനായിട്ട് മീറ്റ് ചെയ്യാന്നും പറയുന്നുണ്ട്. അത് കേട്ടിട്ട് വൂജിൻ നിലത്തൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവര് വീണ്ടും കാണാൻ പോവാണ് നേരിട്ട്. വൂജിന് എന്താ പറ്റിയാവോ? നോർമൽ ആയിരുന്നു അത്രയും നാള്. പക്ഷെ വളരെ ഫാഷനബിൾ ആയിട്ടാണ് സുവനെ കാണാനായിട്ട് അന്ന് ചെല്ലുന്നത്. ഷർട്ടും ഷോർട്ട് ട്രൗസേഴ്സും ഒരു പിങ്ക് കോട്ടും വിത്ത് ഒരു സ്പെഷ്യൽ ടൈ. ഒന്നും പോരാണ്ട് ഗോൾഡൻ ഹെയർ ഡൈ. അതൊരു കാണണ്ട കാഴ്ച തന്നെയായിരുന്നു. അവര് കണ്ട് ഒരുമിച്ച് പോയി ഫുഡ് കഴിച്ച് തിരിച്ചു പോവാനുള്ള സമയമായി അവൾക്ക്. ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഓരോ ബസ് വരുമ്പോഴും അടുത്ത ബസ്സിൽ പോവാം എന്ന് പറഞ്ഞു നിന്നു. അവർക്ക് രണ്ടുപേർക്കും അപ്പൊ പിരിയണം എന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ലാസ്റ്റ് ബസ് വന്നു. ഇനി അടുത്ത വിന്റർ ബ്രേക്കിനെ തിരിച്ച് നാട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സുവ ബസ്സിൽ കയറുന്നത്. പിന്നീട് വൂജിൻ അവൾക്ക് കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. അതിനുശേഷം അവര് വിന്റർ ബ്രേക്കിന് കണ്ടു. ഒഫീഷ്യലായിട്ട് അവര് ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. പ്രസന്റിലേക്ക് വരികയാണെങ്കിൽ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ സുവയും വൂജിനും വീണ്ടും ക്ലോസ് ആയിക്കൊണ്ടിരുന്നു. അവള് പൂർണ്ണമായിട്ടും അവരവളുടെ ഫാമിലി ആയിട്ട് തന്നെ കണ്ടു തുടങ്ങി. അവരൊരു നോർമൽ ഹാപ്പി ഫാമിലി ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവര് മൂന്നുപേരും കൂടി കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. തിരിച്ചു വരുമ്പോ സുവാനെയും ജിഹോനെയും വൂജിൻ എടുത്തിട്ടായിരുന്നു വന്നത്. അവര് വീട്ടിലെത്തിയ അപ്പൊ തന്നെ വൂജിൻ കുഴഞ്ഞു വീഴുന്നുണ്ട്. അവൻ എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അവര് ഡേറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് നാൾക്കുള്ളില് വൂജിന് ഒരു നാഷണൽസിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എല്ലാ സമയത്തും ഹെവി ട്രെയിനിങ് ആയിരുന്നു അവൻ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രെയിനിങ്ങിനിടെ ഒരു ദിവസം അവൻ അവിടെയും കുഴഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ അവന് ബ്രെയിനിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. നെർവസ് ആയാലും സ്ട്രെയിൻ എടുത്താലും അവൻ അപ്പൊ തന്നെ തല ചുറ്റി വീഴും. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദിവസം പോകും തോറും അവന്റെ അവസ്ഥ മോശമായി വന്നുകൊണ്ടിരുന്നു. അവന് സ്വിമ്മിങ് ഉപേക്ഷിക്കേണ്ട വരുന്നുണ്ട്. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അവൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളൊന്നും സുവനെ അറിയിക്കാണ്ട് അവൻ അവളായിട്ട് ബ്രേക്കപ്പ് ആവുന്നുണ്ട്. 1 വർഷത്തോളം കടന്നുപോയി. പക്ഷെ അവന് സുവനെ മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവളുടെ കോളേജിൽ അവളൊന്ന് മറഞ്ഞു നിന്നാലും കാണാൻ വേണ്ടി അവൻ പോകുമ്പോ അവള് വേറൊരാളുടെ കാറിൽ കയറി പോകുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ അവൾക്ക് പറ്റിയ ഒരാളല്ല. അവൻ അവളെ ഡിസേർവ് ചെയ്യണില്ല എന്നൊരു തോന്നല് അവനുണ്ടായിരുന്നു. അവൻ അവളോട് സംസാരിക്കാനും നിൽക്കാണ്ട് അവിടുന്ന് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അവള് പിന്നെയും അവനെ വിളിച്ചു. ഒരു ദിവസം അവനെ കാണാൻ വന്നു. ഒന്നും പറയണ്ട, എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞ് അവര് വീണ്ടും റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. അവര് കല്യാണം കഴിച്ചു. ജിഹോ ജനിച്ചു. അങ്ങനെ അവരുടെ ലൈഫ് മുന്നോട്ട് പോയി. പ്രസന്റിലേക്ക് വരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ മുന്നോട്ട് പോവായിരുന്നു. ജിഹോന്റെ സ്കൂളിൽ ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു. അതിൽ അവനും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് എന്തായാലും അമ്മയും വരണം. അങ്ങനെ സുവായും വൂജിനും ഒരുമിച്ച് ആ കൺസേർട്ടിന് പോവാന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അവന്. വെതർ ഫോർകാസ്റ്റില് ഇനി 2 ആഴ്ചക്കുള്ളിൽ മഴ നിൽക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ജിഹോ ആകെ വല്ലാതാവുന്നുണ്ട്. അവരുടെ വീടിന്റെ തൊട്ടായിട്ട് വേറൊരു റൂമും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ കീ സുവയ്ക്ക് കിട്ടുമ്പോൾ അവൾ അവിടെ പോയി അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവൾക്കൊരു ഡയറി അവിടുന്ന് കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് എന്തോ മനസ്സിലായ പോലെ അവള് ജിഹോയ്ക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എഗ്ഗ് ഫ്രൈ ചെയ്യാൻ, സ്വന്തമായിട്ട് കുളിക്കാൻ, ക്ലീൻ ചെയ്യാൻ, ഡ്രസ്സ് വാഷ് ചെയ്യാൻ, അങ്ങനെയൊക്കെ. അവളും ജിഹോ കുട്ടിയായിരുന്നപ്പോഴത്തെ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് കണ്ട് അത് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നിരുന്നു പല രാത്രികളിലും. വൂജിന് സുവ തിരിച്ചു പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു ഉള്ളില്. അതെങ്ങനെയും തടയാനായിട്ട് അവളെ തിരിച്ചു കിട്ടിയ ആ ടണല് അവൻ ഓരോ രാത്രിയിലും കിട്ടാവുന്ന അത്ര മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുവച്ച് അടയ്ക്കുന്നുണ്ട്. ജിഹോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലെ കാർ എന്നൊക്കെ കഴുകുന്നോ പിറ്റേ ദിവസം മഴ പെയ്യുമെന്ന്. അവൻ എല്ലാ ദിവസവും അവരുടെ വീട്ടിലെ കാറുമ്മേ സോപ്പ് പത ഒഴിക്കാൻ തുടങ്ങി.
അപ്പൊ ഒരു കാറ് കഴുകുമല്ലോ, അപ്പൊ അടുത്ത ദിവസവും മഴ പെയ്യും, അപ്പൊ അമ്മ തിരിച്ചു പോവില്ല, അങ്ങനൊരു വിശ്വാസത്തില്. അങ്ങനെ ജിഹോന്റെ ബർത്ത്ഡേ ദിവസം വന്നു. സുവ വൂജിന്റെ ഫ്രണ്ടിന്റെ ബേക്കറി പോയിട്ട് അവനോടൊരു ഫേവർ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. സുവ തിരിച്ചു വന്ന കാര്യം ബാക്കി എല്ലാവരുടെ അടുത്തൊന്നും രഹസ്യമായി വെച്ചിരുന്നെങ്കിലും വൂജിന്റെ ഫ്രണ്ടിന് മാത്രം അക്കാര്യം അറിയായിരുന്നു. ഒരു ദിവസം വീട്ടിൽ വന്ന് നേരിട്ട് കാണുമ്പോഴാണ് ഫ്രണ്ട് അത് വിശ്വസിക്കുന്നത്. വൂജിൻ ആ ടണലിന്റെ അവിടെ പോയി നോക്കുമ്പോൾ മഴയെല്ലാം പെയ്തിട്ട് അവൻ കൊണ്ടിട്ട മരക്കഷ്ണങ്ങളൊക്കെ മാറി ആ ടണൽ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാത്രി അവരെല്ലാരും കൂടി ജിഹോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ജിഹോന്റെ സ്കൂളിലെ കൺസേർട്ടിന്റെ ദിവസമായിരുന്നു അന്ന്. സുവയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ജിഹോയുടെ അമ്മ മരിച്ചു എന്ന് അവിടെ സ്കൂളിലുള്ളവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവൾക്ക് തന്നെ അങ്ങോട്ട് കയറിപ്പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. വൂജിനെയും വെയിറ്റ് ചെയ്ത് സ്കൂളിന്റെ പുറത്ത് സുവ വെയിറ്റ് ചെയ്തു. രണ്ട് മനസ്സോടെയായിരുന്നു അവൾ നിന്നിരുന്നത്, പോണോ വേണ്ടേ എന്നുള്ളത്. വൂജിനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാനായിട്ട് പൂളിന്റെ അവിടുന്ന് വരാൻ നിൽക്കുമ്പോൾ അവിടെ ഒരാള് പൂളിൽ വീണ് രക്ഷിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ അവിടെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിൽ ചാടി നീന്തേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് അതിനിടയിൽ അവന്റെ ബോധം പോയി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഇടയ്ക്കൊന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. വൂജിനെ കാണാതായപ്പോ വേറെ വഴിയില്ലാത്തോണ്ട് സുവ ഉള്ളിൽ കയറുന്നുണ്ട് കൺസേർട്ട് കാണാനായിട്ട്. ഓരോ കുട്ടികളും അവരുടെ കഴിവുകൾ എന്താണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആരാവണം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ജിഹോന്റെ ടേൺ എത്തിയപ്പോ അവൻ പറയുന്നത് എങ്ങനെയാണ്: ഞാൻ നന്നായിട്ട് ഓടും, എനിക്ക് എഗ്ഗ് ഫ്രൈ ചെയ്യാൻ അറിയാം, ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിയാം, വാഷ് ചെയ്തിട്ട് നന്നായി കുടഞ്ഞിട്ട് വേണം തുണികൾ വിരിക്കാനായിട്ട്, വീടൊക്കെ ക്ലീൻ ചെയ്യാൻ അറിയാം, ഞാൻ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്ത പോലെ ഞാൻ എൻ്റെ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് അവൻ പറയുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന പാരന്റ്സ് എല്ലാവരും മനസ്സറിഞ്ഞ് കൈയടിക്കുന്നുണ്ട് ജിഹോയ്ക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ കേട്ടിട്ട് സുവയുടെയും കണ്ണ് നിറഞ്ഞു പോവാണ് ചെയ്യുന്നത്. പരിപാടി കഴിഞ്ഞ് സുവ പുറത്തിറങ്ങുമ്പോ അവിടെ സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നു. മഴക്കാരെല്ലാം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായെന്ന് സുവയ്ക്ക് മനസ്സിലായി. അവള് തിരിച്ചു ആ ടണലിന്റെ അവിടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേനെ കാണാണ്ടായിട്ട് ജിഹോയും ഓടി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ അമ്മയുടെ അടുത്ത് പോയിട്ട് സോറി പറയുന്നുണ്ട്. ഞാൻ കാരണല്ലേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അവള് മരിച്ചപ്പോ അവരുടെ ഫാമിലി മെമ്പേഴ്സ് പറയുന്നത് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവനെ പ്രസവിച്ചതിന് ശേഷമാണ് സുവയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നത്. ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അച്ഛന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമായിരുന്നല്ലോ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ട്. സുവ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയൊന്നല്ല, നിന്നെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അമ്മയും അച്ഛനും കണ്ടുമുട്ടിയത് തന്നെ. എത്ര കാലം ജീവിച്ചു എന്ന് പറഞ്ഞാലും മോനില്ലെങ്കിൽ അമ്മ എങ്ങനെയാ സന്തോഷായിട്ടിരിക്കുക? അതൊന്നും ആലോചിച്ച് മോൻ വിഷമിക്കരുത്. മേഘങ്ങളുടെ നാട്ടിൽ പോയിട്ട് ഞാൻ നിന്നെ എന്നും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കും. ഭൂമിയിലുള്ളവര് എത്ര കാലം അവരെ ഓർക്കുന്നോ അത്രയും നാള് അവർക്ക് മേഘങ്ങളുടെ നാട്ടില് ഭൂമിയിലുള്ളവരെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും അമ്മേനെ മറക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ജിഹോ അമ്മേനെ യാത്രയാക്കുന്നത്. മോനച്ഛനെ നന്നായി നോക്കണം എന്ന് പറഞ്ഞ് സുവ തിരിഞ്ഞു നടന്നു തുടങ്ങും. വൂജിന് അറിയായിരുന്നു അവൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന്. പലപ്പോഴും വീണു പോയെങ്കിലും അവനും ഓടി അവസാനം അവള് പോണേന് മുന്നേ അവിടെ എത്തുന്നുണ്ട്. ജിഹോനെ നന്നായി നോക്കണം, എനിക്ക് കൊടുക്കാൻ സാധിക്കാത്ത സ്നേഹം കൂടി അവന് കൊടുക്കണം. എന്നിട്ട് എപ്പോഴാണോ അവനൊരു ബാധ്യതയായിട്ട് തോന്നുന്നത്, അപ്പൊ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിനക്ക് വേണ്ടി അവിടെ ഒരു സ്ഥലം എൻ്റെ അടുത്ത് മാറ്റിവെക്കും. വൂജിനും ജിഹോയും അവരുടെ ലൈഫുമായിട്ട് പിന്നെ മുന്നോട്ട് പോയി. ജിഹോ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ വൂജിനെ ഹെൽപ്പ് ചെയ്തിരുന്നു. സുവ വൂജിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ കരുതിയിട്ടുണ്ടായിരുന്നു. അത് വായിച്ചിട്ട് വീടിനോട് ചേർന്നിട്ടുള്ള ആ ഒരു റൂമിലേക്ക് പോയി അവിടുന്ന് സുവയുടെ ഡയറി എടുത്തിട്ട് അവൻ വായിക്കുന്നുണ്ട്. സുവയ്ക്ക് വൂജിനെ ആദ്യം കണ്ടപ്പോൾ തൊട്ടേ ഇഷ്ടമായിരുന്നു. സെയിം ക്ലാസ്സിലാണെന്നും കൂടെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. പക്ഷെ അവര് തമ്മിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ലല്ലോ സ്കൂളിൽ വെച്ചിട്ട്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു. സ്കൂള് കഴിഞ്ഞിട്ട് സുവയ്ക്കും വൂജിനെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വൂജിൻ അവളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവനെ മീറ്റ് ചെയ്യാനായിട്ട്. പിന്നീട് അവര് ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അധികം നാള് നീണ്ടു നിന്നില്ല. അതിനുള്ളില് അവര് ബ്രേക്കപ്പ് ആയി. അതിനുശേഷം ഒരു ദിവസം വൂജിൻ അവളെ കോളേജിൽ കാണാൻ ചെന്നിരുന്നുവല്ലോ. അന്ന് അവനെ അവള് കണ്ടിട്ടുണ്ടായിരുന്നു.
അവനെ കണ്ട സന്തോഷത്തില് അവൾ അവന്റെ പിന്നാലെ ഓടി വന്നതായിരുന്നു. പക്ഷെ അവളൊരു ആക്സിഡന്റിൽ പെടുന്നുണ്ട്. ആ ആക്സിഡന്റ് നടക്കുമ്പോൾ അവൾക്ക് 25 വയസ്സായിരുന്നു. പക്ഷേ ആ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം അവള് കണ്ണു തുറക്കുമ്പോൾ 8 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് 33 വയസ്സുണ്ടായിരുന്നു. 8 വയസ്സുള്ള ഒരു മോനും. അവൾ എല്ലാ കാര്യങ്ങളും മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് വീണ്ടും അവനുമായിട്ട് പ്രണയത്തിലായി. ആ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് 3 ആഴ്ചകൾ അവള് കോമയിലായിരുന്നു. അതിനുശേഷം അവള് കണ്ണു തുറന്നത് ഒരു മിറാക്കിളായിരുന്നു. പക്ഷേ അതിലവള് കണ്ടു എന്തൊക്കെയാണ് അവളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നതെന്ന്. ഇതൊന്നും അവൾക്ക് ആരോടും പറയാൻ സാധിക്കില്ലായിരുന്നു. എത്ര മനോഹരമാണെന്ന് പറഞ്ഞാലും 32 വയസ്സില് അവള് മരിക്കുമായിരുന്നു. ആ ഒരു ഫ്യൂച്ചർ അവള് ജീവിക്കുകയാണെങ്കില്. വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവള് മരിക്കില്ലായിരിക്കും. എന്നാൽ അവള് ഹാപ്പി ആയിരിക്കുമോ? പിന്നീട് അവള് റിയലൈസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ആക്സിഡന്റ് അവള് സർവൈവ് ചെയ്തത് തന്നെ ഫ്യൂച്ചറിൽ ജിഹോയും വൂജിനും അവളെ കാത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമായിരിക്കും. അങ്ങനെയാണ് അവള് തിരിച്ച് വീണ്ടും വൂജിന്റെ ലൈഫിലേക്ക് വന്നത്. അവര് കല്യാണം കഴിച്ചതും. അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നു. എന്നിട്ടാണ് അവൾ ആ ഒരു തീരുമാനം എടുത്ത് അവർക്ക് വേണ്ടി തിരിച്ചു ചെന്നത്. വർഷങ്ങൾ കടന്നുപോയി. വൂജിന് പ്രായമായി തുടങ്ങി. ജിഹു വളർന്നു. അവനിപ്പോ 20 വയസ്സായി. അവന്റെ 20ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. 20ാമത്തെ ബർത്ത്ഡേ വരെ അവന് കൊടുക്കാനായിട്ട് ഓരോ ലെറ്റേഴ്സ് എഴുതിയിട്ട് വൂജിന്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സുവ. അതെല്ലാം അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവന് 20ാമത്തെ ബർത്ത്ഡേക്ക് പ്രസന്റ് ആയിട്ട് കൊടുക്കാൻ സുവയുടെ ഡയറി വൂജിൻ കാത്തുവച്ചിരുന്നു. അവിടെയാണ് മൂവി അവസാനിക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയാല് അവര് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാനേ നമുക്ക് കഴിയൂ. ചിലരൊക്കെ നമ്മളെ വിട്ടുപോയാലും അവരോടുള്ള സ്നേഹം അതൊരിക്കലും ഇല്ലാണ്ടാവുന്നില്ല.